നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവലായി ബന്ധപ്പെട്ട് പരിപാവനമായ ശംഖുമുഖം ആറാട്ട് കൽമണ്ഡപത്തിൽ മാംസാഹാരം പാകം ചെയ്തു വിളമ്പിയതായുള്ള സൂചനകൾ ലഭിച്ചതോടെ വിവിധ ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള ശക്തമായ പ്രതിഷേധം വരും നാളുകളിൽ ഉയരാൻ സാധ്യത. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. വർഷം തോറും നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹങ്ങൾ അടക്കം ഈ പുരാതന പ്രസിദ്ധമായ കൽമണ്ഡപത്തിൽ ആചാരപൂർവ്വം എത്തിച്ച് വിശ്രമിച്ചതിനു ശേഷം മാത്രമാണ് തിരു ആറാട്ടിനായി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ നീരാട്ടു നടത്തി തിരികെ കൽമണ്ഡപത്തിൽ എത്തിച്ച് ദീപാരാധനയ്ക്ക് ശേഷം തിരികെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു എഴുന്നള്ളിക്കുന്നത്. ഇത്രയും പവിത്രമായ കൽമണ്ഡപത്തിലാണ് കുടുംബശ്രീ മിഷൻ ഫുഡ് ഫെസ്റ്റിവൽ വേദിയാക്കിയത്. മാംസാഹാരം ഉൾപ്പെടെയുള്ളത് ഈ പവിത്രമായ സ്ഥലത്ത് വെച്ച് വിളമ്പി എന്നാണ് അറിയുന്നത്. സംഭവം പുറത്തായതോടെ ശക്തമായ പ്രതിഷേധവുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദുധർമ്മ പരിഷത്ത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രസ്താവനയിലൂടെ രേഖപ്പെടുത്തി എന്നാണ് സൂചന. സർക്കാർ ഹൈന്ദവ വിശ്വാസങ്ങളെ മുഖവിലക്കെടുക്കാതെയാണ് പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് വെള്ളയാണി സംഭവം, പൂജപ്പുര മണ്ഡപം, നവകേരള സദസ്സായി ബന്ധപ്പെട്ട സംഭവങ്ങളിലും ഹൈക്കോടതിയെ സമീപിച്ച ശ്രീരാജ് കൃഷ്ണൻ പോറ്റി ഈ സംഭവത്തിലും ശക്തമായി നടപടി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച പ്രമുഖ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നാണ് അറിയുന്നത്. ശ്രീരാജ് കൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ ശ്രീരാജ് കൃഷ്ണൻ പോറ്റി. അപ്പോൾ മുമ്പ് കാലങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഹൈന്ദവ ആചാര ലംഘനം, അതായത് ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമം, അതുതന്നെയാണ് പറയേണ്ടത്. ഇല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ നടക്കുന്ന ലംഘനം, അത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല, വെച്ച് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു ഹൈന്ദവ വിശ്വാസിക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം മുൻപ് വെള്ളയാണി വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെയാണ് അന്ന് ഹൈക്കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്തതും അത് വിധിയാക്കി എടുക്കാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും ആ സമയത്ത് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അവരുടെ വക്കാലത്ത് ഒപ്പിട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്തു. അതിന് ന്യായമായ വിധി ഉണ്ടാവുകയും ചെയ്തു. എവിടെയും ഹൈന്ദവ വിശ്വാസികൾ രക്ഷപ്പെടില്ല. ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റേതായ മൂല്യമുണ്ട്. അതനുസരിച്ച് അവരുടേതായിട്ടുള്ള ആചാരങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഓരോ പൗരനും അവകാശമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത് നടന്ന വിഷയം എന്ന് പറഞ്ഞാൽ സരസ്വതി മണ്ഡപത്തിലെ വിഷയമാണ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മൂന്നാമത് ശംഖുമുഖത്ത് ആറാട്ട് മണ്ഡപം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ എഴുന്നള്ളിച്ചിരുത്തുകയും പൂജാകാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന മണ്ഡപമാണ്. ആ മണ്ഡപത്തിലെ മാംസം പാകം ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആചാരങ്ങൾ പൂർണ്ണമായിട്ട് ലംഘിച്ചുകൊണ്ട് തന്നെയാണത് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ഒരു ഹൈന്ദവ വിശ്വാസി എന്നല്ല, എനിക്കൊരിക്കലും അത് അംഗീകരിക്കാനാവാത്തൊരു വിഷയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് പൈതൃകമായിട്ടുള്ള ഈ ആചാരങ്ങൾ നടക്കുന്ന മണ്ഡപങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒന്നുകിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ കീഴിലോ ഇല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലോ ഇതിൻ്റെ സംരക്ഷണം വരണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്യുന്നത്. എന്തായാലും ഇത് ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ വിജയമായിട്ട് മാറട്ടെ, ഹൈന്ദവ വിശ്വാസികളുടെ വിജയമായിട്ട് മാറട്ടെ. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.